അവിടെ എന്താണ് കിടക്കുന്നത്? നമ്മൾ ഈ സിഗ്നൽ എന്ന് പറയുമ്പോൾ അക്ഷമരായ പ്രേക്ഷകരും പലതവണ നമ്മളോട് തിരിച്ചു ചോദിച്ചിട്ടുള്ളതാണ്, ഈ സിഗ്നൽ കിട്ടിയത് നിങ്ങൾ എല്ലായിടത്തും ഈ സിഗ്നൽ കിട്ടുന്നുണ്ടല്ലോ എന്ന്. കരയിൽ കിട്ടിയ സിഗ്നലിൽ അവസാനം അടിയിൽ കണ്ടെത്തിയത് പാറക്കഷണങ്ങളാണ്. നദിയിലെ പരിശോധനയിൽ സൈഡ് സ്കാൻ സോണാർ പരിശോധനയിൽ ലോഹ സാന്നിധ്യം ഉറപ്പിക്കുന്ന 2 പോയിന്റുകൾ അവർ കോൺടാക്ട് 1 ആൻഡ് കോൺടാക്ട് 2 ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൽ കോൺടാക്ട് 2വിന്റെ ഭാഗത്താണ് അടുത്ത കോൺടാക്ട് 4 കിട്ടുന്നത്. അത് ഐബോർഡ് ഡ്രോൺ പരിശോധനയിലാണ്. അങ്ങനെ ലോഹഭാഗങ്ങൾ, ഈ ടവറിന്റെ ഭാഗങ്ങൾ, താഴേക്ക് വീണ ഈ സാധനങ്ങളിൽ, അതായത് ലക്ഷ്മണന്റെ കടയുടെ മേൽക്കൂരയടക്കം താഴേക്ക് പതിച്ച വസ്തുക്കളിൽ ലോഹ സാന്നിധ്യമുള്ള ഒട്ടനവധി സാധനങ്ങളുണ്ട്. അതിൽ പലതും ആ നദിയുടെ അടിത്തട്ടിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതൊരു സ്വാഭാവിക അനുമാനമാണ്. ഇതിലിപ്പോൾ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ടുകൾ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യം ഒരു ട്രക്കിന്റെ പ്രൊഫൈൽ പോലെ തോന്നുന്നു എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത്. അത് കോൺടാക്ട് പോയിന്റ് 4 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ മൺകൂനയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മൺകൂനയാണ്. എന്നാൽ അതിന്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന് താഴേക്ക് 3 മീറ്റർ താഴേക്ക് ഡൈവ് ചെയ്യാനോ ഇതുവരെ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും ദീപക്? ആ പ്രതിസന്ധികൾ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അതിജീവിക്കുക അത്ര എളുപ്പമുള്ള വിഷയമല്ല. കാരണം വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നദിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ CP4ലേക്കും CP3ലേക്കും ഒക്കെ 132 മീറ്റേഴ്സ് 110 മീറ്റേഴ്സൊക്കെ അകലമുണ്ട് ഈ കരയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ അവിടെ നിന്നും മറ്റേതെങ്കിലും യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കുക എന്നുള്ളത് പോലും സാധ്യമല്ല. ഒപ്പം തന്നെ ഈ വലിയ പാറക്കല്ലുകളൊക്കെ വന്ന് പതിച്ചതിൻ്റെ താഴെ ഭാഗത്തായിട്ടൊക്കെ ഇത്തരം കേബിളുകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് ബലം പ്രയോഗിച്ച് തന്നെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിന് അവിടെയുള്ള ക്രെയിൻ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിക്കണമെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമെങ്കിലും കരയുടെ അരികിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവിടെ നിന്നും വലിച്ച് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് ദുഷ്കരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ലതാനും. മറ്റൊന്ന്, ഈ പാറക്കല്ലുകളും ഒപ്പം തന്നെ നേരത്തെ ഇന്ന് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു വാചകം ദീപക്, അവിടെ അർജുനൊപ്പം തന്നെ കാണാതായ ലോകേഷ് ഉണ്ട്, ജഗന്നാഥനുണ്ട്. അതിലൊരാളുടെ കുടുംബം വന്നിട്ട് ഇന്ന് ആവശ്യപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ഒരു കഷണമെങ്കിലും തരുമെന്നാണ്. അത്രയും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ആ മനുഷ്യരൊക്കെ എത്തുകയാണ്. അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വേദനയും ആഘാതവും നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ്. ഈ തെരച്ചിലിൽ ആ വാഹനം അവിടെ അടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വാഹനം അവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്ന എന്തെങ്കിലും ഒരു സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗത്തിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കില്ലേ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അതിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. നിസ്സഹായരായി പോവുകയാണോ നമ്മുടെ ഈശ്വർ മാൽപേയും സംഘവും? പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. പക്ഷേ ഒരു കാര്യം സുജയ ചോദിച്ചതിന് മറുപടിയായി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതായത് ഇതുവരെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല എന്നുള്ളത് തന്നെയാണ്. എത്ര ദിവസമായി ഇത്തരത്തിൽ ഊർജിത ശ്രമങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഈ 3 പേരെ സംബന്ധിച്ചോ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകളോ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പറയുമ്പോൾ നമ്മുടെ ആർമി സംഘമുണ്ട്, നേവി സംഘമുണ്ട്, SDRFും NDRFും ഉൾപ്പെടെ വലിയ സംഘങ്ങൾ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് കാണാതിരിക്കാനുമാകില്ല. എന്നിട്ട് പോലും ഈ പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള ഒരു വിളയാട്ടത്തിൽ അതിൻ്റെ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവരുടെ വേണ്ടപ്പെട്ടവരെ, ഉറ്റവരെ ഒക്കെ ഒരു നോക്ക് കാണാനുള്ള ഒരു സാധ്യത എങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത്തരം പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ ആളുകളുടെ ആശങ്കകൾക്ക്, ആ കുടുംബത്തിൻ്റെ ആശങ്കകൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ലോകേഷിൻ്റെ ആയാലും ജഗന്നാഥൻ്റെ ആയാലും അർജുൻ്റെ ആയാലും കുടുംബത്തിന് മുന്നിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഈ അർജുൻ്റെ ബന്ധു ജിതിനൊക്കെ നാളുകളായി, അതായത് ഈ തെരച്ചിൽ തുടങ്ങുന്ന ആ സമയം മുതൽ ഈ മേഖലയിൽ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ വരുന്നു, ആ ദൗത്യ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ ചെന്ന് കാത്തിരിപ്പാണ്. പിന്നീട് ദൗത്യം അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും മടങ്ങിപ്പോകുന്നു. തൊട്ടടുത്ത ദിവസവും വീണ്ടും വന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ അർജുനെ ഏതെങ്കിലും വിധത്തിൽ കാണാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് പോലും ഒരു മറുപടി കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആലോചനകൾ നടത്തുന്നു, അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്ന് ചർച്ചകൾ നടത്തപ്പെടുന്നുണ്ട്. അതിനൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ആ കാര്യങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് പരിമിതികൾ വന്നു
എത്തിച്ചേരുകയാണ്. അവരെയും കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇന്നിപ്പോൾ ബാർജിൽ മൗണ്ടഡ് പ്രൊക്ലൈൻ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നു എന്നുള്ളതായിരുന്നു കാർവാർ MLA പറഞ്ഞത്. പക്ഷേ അത് സാധ്യമാകില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലാണ് ഓരോ കാര്യങ്ങളിലും പ്രതിബന്ധങ്ങൾ വന്നു ചേരുന്നത്. തുടക്കത്തിലൊക്കെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ച വിഷയം കാലാവസ്ഥ പ്രതികൂലമായതായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ ഏറെക്കുറെ അനുകൂലമായി തുടരുന്ന സാഹചര്യമുണ്ട്. ആ അനുകൂലമായ കാലാവസ്ഥയിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്ര കണ്ട് ഇല്ല എന്നുള്ളതാണ് മറുപടിയായി പറയാൻ കഴിയുക. ഈശ്വർ മൽപെ അദ്ദേഹം നടത്തിയ രക്ഷാദൗത്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് അതിനുള്ള കരുത്തുണ്ട്, ഊർജ്ജവുമുണ്ട്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും അവിടെയും പ്രശ്നമുള്ളത് കൂടുതൽ ഡൈവേഴ്സിനെ ഇറക്കുക എന്ന് പറയുന്നതിന് അനുമതിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ, അതായത് ഈശ്വർ മൽപയുടെ കൂടെ തന്നെ വൈദഗ്ധ്യമുള്ള 2 പേർ കൂടി ഡൈവേഴ്സ് ആയിട്ടുണ്ട്. അവരെ പക്ഷേ ഈ നദിയിലേക്ക് ഇറക്കാൻ നിലവിൽ അനുമതിയില്ല. അവർ നദിയിലുണ്ട് എന്ന് വെച്ചാൽ ഡൈവ് ചെയ്യാൻ അനുമതിയില്ല. ഈശ്വർ മൽപെ തന്നെ തൻ്റെ സ്വന്തം റിസ്കിൽ ഇറങ്ങാം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത്തരത്തിൽ ഡൈവ് ചെയ്യുന്നത്. ദീപക്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നേരത്തെ കരയിലേക്ക് അടുപ്പിച്ച ബോട്ടുകൾ അത് വീണ്ടും നദിയിലേക്ക് ഇറക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനായി അവർ തയ്യാറെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മണ്ണിടിച്ചിലിൽ തകർന്ന ഭാഗത്തുണ്ടായിരുന്ന ആ ഗ്രിഡിൽ നിന്ന് ആ ഹൈ ടെൻഷൻ ഇലക്ട്രിക് കേബിളുകൾ കരയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡൈവിംഗ് എളുപ്പമാക്കാൻ കഴിയുമെന്ന് ഈശ്വർ മൽപയുടെ ടീം പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ ചെയ്യുന്നു. അത് പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. താൽക്കാലികമായി നിർത്തിയ തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിക്കുന്നു എന്നതാണ് ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ദീപക്, തുടരാം. സുജയ, ഇപ്പോൾ AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തേടുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റാണ്